വാർത്ത എന്ന് പറയാൻ പറ്റില്ലല്ലോ. വാർത്ത എന്ന് പറയുമ്പോൾ അടിസ്ഥാനമായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒന്ന് വാർത്തയായി ഏറിയപ്പെടുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചത്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള യുവജന സംഘടനകളുമായി ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞാനും അവരുമൊക്കെ അടക്കം എന്റെ സഹപ്രവർത്തനം ഞങ്ങളെല്ലാം എന്തായാലും വിഷ്ണുവെല്ലാം വിനോയും അടക്കമുള്ള ആളുകൾ പിന്നെയും ഒരുപാട് ആളുകൾ ഏതാണ്ട് 27 ദിവസക്കാലമാണ് വയനാട്ടിൽ ചെലവഴിച്ചത്. നമുക്ക് ശീലമില്ലാത്ത രീതിയിൽ പ്രകൃതി ഒരു സംഹാര താണ്ഡവമാടിയപ്പോൾ നാട് പുറക്കണിച്ചെന്നപ്പോൾ നാടിനെ ഗവൺമെന്റ് മിഷനറിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് പ്രതിരോധമേകുവാൻ ശ്രമിച്ച ഒരു യുവജന സംഘടനയിൽ അഭിമാനത്തോടുകൂടി തന്നെയാണ് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അന്ന് മനസ്സ് വിറങ്ങലിച്ചു പോകുന്ന നിരവധി കാഴ്ചകളുണ്ടായി. ആദ്യമായി നിലമ്പൂർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ മൃത ശരീരം കാണണമോ എന്ന് ചോദിക്കുമ്പോൾ കാണുന്നത് ഒരു കിഡ്നിയാണ്, ഒരു മനുഷ്യന്റെ ഒരു ശരീര അവയവമാണ്. അതുകൊണ്ട് മനസ്സ് വിറങ്ങലിച്ചു പോകും. അങ്ങനെയാണ് ചുരങ്കയിൽ മേളിലെത്തി അവിടുത്തെ പല മനുഷ്യന്മാരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാണ് വയനാടിനെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതിക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനോടൊപ്പം 30 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അന്ന് ഉണ്ടായ ഞങ്ങളുടെ പ്രഖ്യാപനത്തിൽ വല്ല പറഞ്ഞിരുന്നു. 8 ലക്ഷം രൂപ വില മതിക്കുന്ന 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു. അപ്പൊ അത് കൂടാതെ ഭവന നിർമ്മാണം കൂടാതെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തെ പറ്റി മീഡിയ വഴിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ വിവാഹ ചെലവിന് വേണ്ടി വെച്ചിരുന്ന 1 ലക്ഷം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു വാർത്തയായിരുന്നു. നിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീപ്പ് നഷ്ടമായതുമായിട്ട് ആ വാർത്ത കണ്ടു. അതിന്റെ അധികൃതർ സംസാരിച്ചു, നിയാസുമായിട്ട് സംസാരിച്ചു. നിയാസിന് ജീപ്പ് വാങ്ങി ഇപ്പോൾ സംസാരം വേണ്ടി. അതുപോലെ ഒരുപാട് പേർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം 6 മാസത്തെ ശമ്പളം ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് 50 ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കും. സർക്കാർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് 50 ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കും, വാടക വീടുകൾ ഒരുക്കി കൊടുക്കും എന്നുള്ള കാര്യമായിരുന്നു സർക്കാർ തന്ന ലിസ്റ്റ്. സർക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടം നിന്നിട്ടുള്ള ലിസ്റ്റിനനുസരിച്ച് അവർക്ക് എല്ലാവർക്കും വീട് ഞങ്ങൾ നേരിട്ട് നിന്നിട്ട് തന്നെ വാടക വീടുകൾ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. വിദ്യാഭ്യാസ സഹായം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ചെയ്ത സാഹചര്യമുണ്ടായി. അത് കൂടാതെയാണ് വീടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം പണമായി നേരിട്ട് സമാഹരിക്കുന്നില്ല. ഞങ്ങൾ വിവിധ ചലഞ്ചുകൾ സംഘടിപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോയി റിസീപ്റ്റ് കൊടുത്തിട്ട് പണം പിരിക്കുന്നതിന് പകരം ഞങ്ങൾ പായസം വിറ്റ് വ്യക്തിപരമായി സംസ്ഥാന അധ്യക്ഷ നിലയിൽ എനിക്ക് നിങ്ങൾ പത്തനംതിട്ടയിലെ മതപ്രവർത്തന നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിവാഹത്തിന്റെ കാറ്ററിംഗ് അടൂർ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്തപ്പോൾ ഞാൻ വ്യക്തിപരമായി വിളമ്പാൻ കൊടുത്തു. എന്നോടൊപ്പം ഇരിക്കുന്ന അഭിനന്ദൻ അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങിന് വേണ്ടി വെച്ചിരുന്ന പണം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭവന നിർമ്മാണത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതടക്കം ഇവരെല്ലാവരും അതിന്റെ ഭാഗമായി ഞങ്ങള് മീൻ വിൽക്കാൻ പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പായസ ചലഞ്ച് നടത്തിയിട്ടുണ്ട്, വാഹനം കഴുകിയിട്ടുണ്ട്, കാറ്ററിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ, പഴയ സാധനങ്ങൾ, ആദ്യ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പഴയ പത്രങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ധനസമാഹരണത്തിലേക്ക് കടന്നത്. ആ ധനസമാഹരണത്തിലേക്ക് കടന്ന് ഞങ്ങളൊരു അസംബ്ലി കമ്മിറ്റിക്ക് ആകെ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് കഴിഞ്ഞ ദിവസം അത്രയും ചില താരതമ്യങ്ങളും കണ്ടു. ഡിവൈഎഫ്ഐ ഇത്ര രൂപ കൊടുത്തു, യൂത്ത് കോൺഗ്രസ് എത്ര കൊടുത്തു. ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ 2,40,00,000 രൂപയാണ്. അസംബ്ലി കമ്മിറ്റികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് തരണമെന്നാണ് അസംബ്ലി കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാവരും പണം അടയ്ക്കുകയും ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്യാമ്പിന്റെ ഒരു വിഷയം പറഞ്ഞാൽ ക്യാമ്പിനകത്ത് ഒരു പ്രതിനിധി പോലും 14 ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്, 14 ജില്ലകളിലെ പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ 14 ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരോട് ചോദിച്ചു, ഒരാളെങ്കിലും ക്യാമ്പിൽ വയനാട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കണക്കാണ് വിഷയമെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്ററിൽ കൊടുത്തിരുന്ന അക്കൗണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. അപ്പോ അങ്ങ് കൈരളിയുടെ മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് പരിശോധിക്കാം.
അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്നും 1 രൂപ, ഒരുപാട് വേണം, മുഖ്യമാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട MLA പറയുന്നത്, 1 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അംഗീകരിക്കാം, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം. അത് അങ്ങേക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഞാൻ അങ്ങയോട് പറയാണ്, എന്റെ പാർട്ട് തീർന്നില്ല. അങ്ങ് ദയവ് ചെയ്ത് ഇടപെടരുത്. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അല്ല, അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അതല്ല, നീ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് അപ്പൊ അദ്ദേഹം കൈരളിയുടെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന്റെ പേര് പറഞ്ഞത് ഏഷ്യാനെറ്റിൽ വെരിഫൈ ചെയ്യാം, മനോരമയുടെ റിപ്പോർട്ടർക്ക് വെരിഫൈ ചെയ്യാം, 24ന്റെ വെരിഫൈ ചെയ്യാം, മാതൃഭൂമിയുടെ വെരിഫൈ, ഏത് റിപ്പോർട്ടർക്ക് വേണമെങ്കിലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാം. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാട് 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ, ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സ്ഥാനത്ത് രാജിവെച്ചിട്ടുണ്ട് കത്ത്. ഒന്ന്, ഇനിയും ബാങ്ക് അറിയാതെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതി നോക്കുന്നുണ്ട്, ബാങ്ക് അറിയാതെ പണം എടുക്കാനേ, അതെന്തായാലും ഞങ്ങൾ കൊണ്ട് കഴിയില്ല. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾ തെളിയിച്ചോ. ഓപ്പൺ ചലഞ്ച് അല്ല, ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ്. ഇനി അതിനകത്ത് എന്റെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം. ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ഇത്തവണ ശ്രമിച്ചത്. നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത്, ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. പാലക്കാട് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു. എന്നെ കള്ളപ്പണക്കാരനെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി CPMന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിയിൽ FIR പോലും എടുക്കാൻ കഴിയില്ല എന്ന വിവരം നിങ്ങൾ